ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 350 സീറ്റ് എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുകയാണ് ബി. സഖ്യകക്ഷികൾക്കടക്കം നൽകി വരുന്ന സീറ്റ് ഇതോടെ കുറയും. കൂടുതൽ സീറ്റിൽ മത്സരിക്കാനാണ് ബി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് NDA കക്ഷികളുടെ സീറ്റ് കുറയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തവണ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ രാമക്ഷേത്രമാണ് പ്രധാന പ്രചരണ വിഷയമാകുക. സംഘപരിവാറിന്റെ എല്ലാ പിന്തുണയും ഇത്തവണ കേന്ദ്രത്തിലുണ്ടാകും. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ആവേശം കെട്ടടങ്ങാതെ നോക്കാനാണ് സംഘപരിവാർ BJPയെ സഹായിക്കുക. ഇന്ത്യ സഖ്യത്തിന് മുൻപ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കാനാണ് BJPയുടെ ലക്ഷ്യം. അതിൽ രാമക്ഷേത്ര നിർമ്മാണമടക്കം ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിർത്താനും സംഘപരിവാർ ശ്രമിക്കും. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിലടക്കം തർക്കം നിലനിൽക്കുന്നതിനാൽ അതിവേഗം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി NDA പ്രചരണത്തിനായി സജ്ജമാകാനാണ് തീരുമാനം. നേരത്തെ പ്രചരണത്തിനിറങ്ങുന്നത് നേട്ടമാകുമെന്നാണ് BJP വിലയിരുത്തുന്നത്. ജനുവരി 27-നും ഫെബ്രുവരി 22-നും ഇടയിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നായി 1 ലക്ഷം തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. 44 സ്പെഷ്യൽ ട്രെയിനുകളും ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിശദമായ വിവരങ്ങൾ തന്നെ സംഘപരിവാർ ഇവർക്ക് സമ്മാനിക്കും. അതേസമയം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പുറത്തു വന്നേക്കും. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു കാരണവശാലും സീറ്റ് നൽകില്ലെന്നാണ് സൂചന. ഈ നേതാക്കൾ അവഗണിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 150 മുതൽ 160 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിക്കുക. വോട്ടുകൾ പരമാവധി പിടിക്കാൻ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമാകാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ജനുവരി അവസാനം ചേരുന്നുണ്ട്. ഇവരാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക. പരമാവധി സീറ്റുകളിൽ മത്സരിച്ച കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്ന നയമാണ് BJPക്കുള്ളത്. കഴിഞ്ഞ തവണ 437 സീറ്റിലാണ് BJP മത്സരിച്ചത്. സാധാരണ BJP പതറിപ്പോകുന്ന സീറ്റുകളിൽ ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തും. വെല്ലുവിളി ഉയർത്തുന്ന സീറ്റുകൾക്ക് ഇത്തവണ കൂടുതൽ പ്രാധാന്യം നൽകും. 2019-ൽ ചെറിയ മാർജിനിൽ വിജയിച്ച സീറ്റുകൾക്കും ഇതേ പരിഗണന നൽകും. ഈ സീറ്റുകളിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതാണ് BJP പ്ലാൻ ചെയ്യുന്നത്. അതേസമയം ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള എല്ലാ കളികളും BJP കളിക്കുന്നുണ്ട്. കാര്യമായ സ്വാധീനമുണ്ടായിരുന്ന കർണാടകയിൽ പോലും നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയുമോ എന്ന കാര്യം സംശയത്തിലാണ്. രാമക്ഷേത്ര ഉദ്ഘാടനം വടക്കേ ഇന്ത്യയിൽ BJP അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിലും തെക്കേ ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള തന്ത്രമാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാണ് BJP ഇന്ന്. എന്നാൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് BJP വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതെന്ന് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്.